ഡ്രാഗൺ ചിക്കൻ ചൈനീസ് ഐറ്റംസിലെ ഒരു പ്രധാന എന്താ പറയാ വിഭവമാണ് ഡ്രാഗൺ. നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടലിൽ ഉണ്ടല്ലോ, ഹോട്ടലില്. പക്ഷെ അത് ചിക്കന്റെ ജസ്റ്റ് പീസ് ഇതാ, ഇറച്ചി മാത്രമുള്ള ബോൺലെസ് ആയിട്ടുള്ള പീസ് മാത്രമായിട്ട് കിട്ടുന്നല്ലേ. അപ്പൊ അതിനുള്ള റെസിപ്പിയാണ് തയ്യാറാക്കാം. കംപ്ലീറ്റ് റെസിപ്പി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് എല്ലുണ്ടാവില്ല, ഇത് ഇറച്ചി മാത്രമുള്ള പീസാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് അങ്ങനെ തരും. അങ്ങനെ കനം കുറച്ചും എടുക്കല്ലേ. ഇനി സ്ലൈസ് ആയിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കട്ടാ. അപ്പൊ ഒക്കെ കട്ട് ചെയ്ത് ഓരോരോ പീസുകളാക്കി കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഇനി എന്താണ് അതിലേക്കുള്ള മസാല, ഡ്രാഗൺ ചിക്കനിലേക്കുള്ള മസാല. ഓക്കെ കോൺഫ്ലവർ പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, കോഴിമുട്ട, സോയാ സോസ്, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ റെഡിയാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഇതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഐറ്റംസാണ്. ഈ ചൈനീസ് പല രൂപത്തിലും പല മസാലകൾ ഉണ്ടാക്കാം. ചിലവർ എന്താ പറയാ മുളക് പൊടി ഇടൂല, ചില കുരുമുളക് പൊടി ഇടും, കളറിടും, ചിലർ കളറിടില്ല, ചിലർ മൈദപ്പൊടി വരെ ആഡ് ചെയ്യും. പക്ഷെ ഇതിന് കോഴിമുട്ട ചേർക്കണം, മൈദപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് റെസിപ്പി തയ്യാറായി. അപ്പോൾ നമ്മുടെ രീതിയിലുള്ള റെസിപ്പി റെഡിയല്ലേ. ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരമായി? 2 മണിക്കൂർ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടോ? ഒരു മുക്കാൽ. ഇത് കഴിഞ്ഞ് പണി ഉണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളിയാണ്. അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കൻ്റെ ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കട്ടാ. ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം അണ്ടി മുന്തിരിയും വറുത്തെടുക്കുക. അണ്ടി മുന്തിരി വറുത്തെടുത്തതിന് ശേഷം സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത്, വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന്. ഫൈനലി നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെ അല്ലേ ഏകദേശം ഫിനിഷിങ് പോയിന്റിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയും ഇനിയുണ്ട് ആഡ് ചെയ്യാൻ. ഇതെല്ലാം അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കടി കിട്ടും അല്ലേ. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളിന്ന് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ എള്ള്, അണ്ടി മുന്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അത് മിക്സിയിലിട്ട് അരച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.